ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്പർ മാറി മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ വരാനുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്തിട്ട് കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് npci.org എന്ന് സെർച്ച് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺസ്യൂമർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തൊക്കെ കിട്ടും. അതിൽ നമ്മുടെ ആദ്യത്തെ UPI കംപ്ലൈൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് താഴോട്ടൊന്ന് പോവുക. താഴോട്ട് പോയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് എന്നുണ്ട്. അവിടെ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ മർച്ചൻ്റ് ട്രാൻസാക്ഷൻ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണെന്നുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെ എന്താണ് സംഭവിച്ചെന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. താഴെ കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുക. ഇത് നിങ്ങൾ മിസ് ട്രാൻസാക്ഷൻ ആയ ടൈമിലാണ് ചെയ്യേണ്ടത്. ബാങ്കിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോസസ്സ് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ സപ്പോർട്ട് ചെയ്യാൻ മാത്രം മറക്കരുത്.